ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നവാബി ഷമായി. നിങ്ങൾ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാവൂലേ കേൾക്കുന്നത്? അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം സേമിയ ഒരു 200 ഗ്രാം എടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ഏലക്കായും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്താ ഉള്ളത് അത് അതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സേമിയ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നമ്മുടെ സേമിയ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മൾ അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക, പഞ്ചസാര അത് ഒരു 4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സേമിയ ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഫില്ലിങ്ങിന് വേണ്ടി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ 3/4 ലിറ്റർ പാൽ ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് 4 ടീസ്പൂൺ പാൽപ്പൊടി, 3 ടീസ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. നമ്മുടെ നവാബി ഷമായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് ലെയറായി സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഈ നവാബി ഷമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.